ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്ലാന്റോറിയം. ഇന്ന് നമ്മൾ കവർ സൈസ് ബൊഗൻവില്ല പ്ലാന്റുകളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതും ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ്. മാത്രമല്ല, നമ്മൾ ഇന്ന് 2000 റുപ്പീസിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും 10% നമ്മൾ ഡിസ്കൗണ്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പ്ലാൻസൊക്കെ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മളുടെ ഗാർഡൻ വരുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. കളമശ്ശേരിയിൽ മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് മറ്റക്കാട് ജംഗ്ഷനിലായിട്ടാണ് കേട്ടോ നമ്മുടെ ഗാർഡൻ വരുന്നത്. അപ്പോൾ ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഫോണിൽ കോൺടാക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മെസ്സേജിൽ നേരത്തെ ഇൻഫോം ചെയ്യുകയോ ചെയ്താൽ നമ്മൾ ലൊക്കേഷൻ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാൻസുകൾ നിങ്ങൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് 2 വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു നമ്പറിൽ നിങ്ങൾക്ക് വേണ്ടുന്ന പ്ലാന്റുകൾ സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ പേരുകൾ നോട്ട് ചെയ്തിട്ട് അത് അയച്ച് തരികയോ ചെയ്താൽ മതി കേട്ടോ. അല്ല, കോള് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾക്ക് പ്ലാന്റുകൾ ഓർഡർ ചെയ്യണം എന്നുണ്ടെങ്കിൽ കോള് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് കോൾസ് അറ്റൻഡ് ചെയ്യാനൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. പിന്നെ ഞാൻ ചിലപ്പോൾ കാണാറുണ്ട് 10 പ്രാവശ്യം വിളിച്ചു എടുത്തില്ല എന്നൊക്കെ. അപ്പം നമ്മൾ ഡേ ടൈമിൽ പാക്കിങ്ങിൻ്റെ ടൈം ആണെങ്കിൽ നമ്മൾ എന്തായാലും കോൾ എടുക്കില്ല. പിന്നെ നമ്മൾ ഇതിൽ കൊടുക്കുന്ന 2 നമ്പേഴ്സും നമ്മളുടെ ഗാർഡനിലെ നമ്പർ തന്നെയാണ്, പേഴ്സണൽ നമ്പേഴ്സ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില ദിവസങ്ങളിൽ നമ്മൾ ആ ഫോണ് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരണം എന്നില്ല, ഗാർഡനിൽ തന്നെയായിരിക്കും വെച്ചിട്ടുണ്ടാവുക. അങ്ങനെയൊക്കെ ഉള്ള സമയങ്ങളിൽ നിങ്ങൾ നൈറ്റ് വിളിക്കുമ്പോൾ നമ്മളെ കിട്ടാൻ ചാൻസ് കുറവാണ്. പിന്നെ മാക്സിമം നിങ്ങൾ കോളുകൾ ഒഴിവാക്കുക. വാട്സപ്പിൽ കൂടി മാത്രം മെസ്സേജ് ചെയ്യാൻ അല്ലെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പ്ലാന്റുകൾ നമ്മൾ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുന്ന ദിവസം സെയിം ഡേ ഈവനിങ് തന്നെ നമ്മൾ അതിൻ്റെ ട്രാക്കിംഗ് നമ്പർ ഒട്ടിച്ച സ്റ്റിക്കറിൻ്റെ ഫോട്ടോസാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾ പിറ്റേ ദിവസം ട്രാക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങൾ തൊട്ടടുത്ത് DTDC ആയിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ ഈ ട്രാക്കിംഗ് നമ്പർ പറഞ്ഞു കൊടുത്ത് നിങ്ങളുടെ ഐറ്റം നിങ്ങൾ റിസീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പലരും അതായിട്ട് യാതൊരുവിധ ബന്ധവും കാണിക്കില്ല. പിന്നെ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വിളിച്ചിട്ട് പറയുക ഇതിന് ഉണങ്ങിപ്പോയിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത്, ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലാന്ന്. അങ്ങനെയുള്ളൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന് റെസ്പോൺസിബിലിറ്റി എടുക്കില്ല കേട്ടോ. നമ്മൾ പ്രോപ്പറായിട്ട് പാക്ക് ചെയ്ത് നിങ്ങൾക്ക് ട്രാക്കിംഗ് നമ്പർ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ടു ഹാവ് ദ റെസ്പോൺസിബിലിറ്റി അതൊന്ന് കളക്ട് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പലർക്കും അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മളിതൊരു ബിസിനസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കും ലോസുകളുണ്ട്. നിങ്ങൾക്ക് രണ്ടാമത് നമ്മൾ പ്ലാന്റുകളാക്കി ഇത് പ്ലാന്റുകൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതാണ്. പിന്നെ നമ്മളുടെ ഓൾമോസ്റ്റ് പ്ലാന്റുകളും കൊൽക്കട്ട പ്ലാന്റുകളാണ്, നമ്മൾ നാട്ടിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പ്ലാന്റുകളല്ല. അപ്പോൾ അത് നമ്മൾ പറഞ്ഞിട്ട് തന്നെയാണ് മിക്കപ്പോഴും വീഡിയോ ചെയ്യുന്നത്. പിന്നെ എല്ലാ വീഡിയോസിലും നമ്മളത് റിപ്പീറ്റ് ചെയ്യാറില്ല എന്നുള്ളൂ. ചിലർ വാങ്ങിക്കഴിഞ്ഞിട്ട് ഇത് കൊൽക്കട്ട പ്ലാന്റാണ്, ക്ലേ ആണ് എന്നൊക്കെ പറയും. നമ്മൾ ഓൾറെഡി പറയുന്നുണ്ട്, ഈ ക്ലേ നിങ്ങൾ റിമൂവ് ചെയ്യരുത്. നമ്മുടെ കവറിൽ എങ്ങനെയാണോ നമുക്ക് ആ പ്ലാന്റ് കിട്ടുന്നത് അതുപോലെ തന്നെ അതിൽ നിന്ന് ഒരു പിഞ്ച് ക്ലേ അല്ലെങ്കിൽ മണ്ണൊന്നും നമ്മൾ റിമൂവ് ചെയ്യാതെ അങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്ലാന്റുകൾ അയക്കുന്നത്. നിങ്ങൾക്ക് കയ്യിൽ എങ്ങനെയാണോ കിട്ടുന്നത് അതുപോലെ തന്നെ നിങ്ങളും പോട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ഈ ഒരു ക്ലേ റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല സത്യത്തിൽ. അതായത് അതിൻ്റെ പോട്ടിംഗ് മീഡിയം എപ്പോഴും ചെറിയൊരു ഈർപ്പത്തോടുകൂടി വെക്കാൻ വേണ്ടി മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ വരുന്ന സമയത്ത് ഒരിക്കലും ആ ക്ലേ ഡ്രൈ ആവോ അല്ലെങ്കിൽ അതിനൊരു ഹാംനെസ് സംഭവിക്കുകയോ ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്ലാന്റ് റിലേറ്റഡ് ആയിട്ട് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്ന പ്ലാന്റുകളെല്ലാം തന്നെ ഏകദേശം ഒരു 70+ വെറൈറ്റീസ് നമ്മൾ ഉണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങൾക്ക് ഒരു വെറൈറ്റീസ് കളക്ട് ചെയ്യാനുള്ള ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പം ഒരുപാട് വെറൈറ്റീസ്, അതും ടോപ്പ് റെയർ വെറൈറ്റീസ് എല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളൊരു റേറ്റിലാണ് നിങ്ങൾക്ക് പ്ലാന്റുകൾ കൊണ്ടുവന്ന് തരാനായിട്ട് ശ്രദ്ധിക്കാറായിട്ടോ. അപ്പം അതും ഒരുപാട് കളക്ട് ചെയ്ത്, അതായത് ഒരുപാട് വെറൈറ്റീസ് നമ്മളെപ്പോഴും കളക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് നമ്മളുടെ വീഡിയോ കൂടി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നും നമ്മൾ ഏകദേശം 72 വെറൈറ്റിയാണ് വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യമായിട്ട് വരുന്നത് റെയിൻബോ വെരിഗേറ്റഡിൻ്റെ പ്ലാന്റാണ്. 160 റുപ്പീസാണ് കേട്ടോ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ.
അപ്പോൾ ഇതൊക്കെ നമ്മൾ മുമ്പ് ഓഫർ റേറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് അങ്ങനെ ആ ഒരു ഓഫർ റേറ്റിൽ കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. പ്ലാന്റ് വന്നതിൻ്റെ ലീവ്സൊക്കെ ഷെഡായി പുതിയ ലീവ്സൊക്കെ വന്ന് പ്ലാന്റ് ഹെൽത്തിയായി വന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്തത് വരുന്നത് ബ്രിസാ റെഡ് വെരിഗേറ്റഡ് ആണ്. 450 റുപ്പീസാണ് കേട്ടോ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത്. നല്ല ഭംഗിയാണ് ആ ഒരു വെരിഗേഷനും. അതിൻ്റെ അകത്ത് നിറയെ ചുമന്ന പൂക്കളായിട്ട് ഈ ഒരു ബ്രിസാ റെഡ് വെരിഗേറ്റഡിൻ്റെ പ്ലാന്റുകൾ നമുക്ക് നിറച്ച് പൂവൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ കാണാനായിട്ട് കേട്ടോ. അപ്പോൾ ഗ്രാഫ്റ്റഡ് പ്ലാന്റുകളാണ്, അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ബ്രിസാ റെഡിൻ്റെ പ്ലാന്റുകൾ നമുക്കിപ്പോൾ അടിപൊളിയായിട്ടുള്ള നല്ല പ്ലാന്റുകളാണ് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 450 രൂപയാണ്. അടുത്തത് വരുന്നത് നമ്മളുടെ വാട്ടർമെലൺ വെരിഗേറ്റഡിൻ്റെ പ്ലാന്റാണ് കേട്ടോ. വാട്ടർമെലൺ വെരിഗേറ്റഡൊക്കെ നമുക്കറിയാം അത്യാവശ്യം നല്ല റെയർ ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ്. അത് ആവശ്യത്തിന് ക്വാണ്ടിറ്റി നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. 500 റുപ്പീസാണ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ഈ ഒരു വെറൈറ്റിയുടെയൊക്കെ പ്ലാന്റുകളൊക്കെ നമ്മളുടെ ഗാർഡനിൽ തന്നെ ഏകദേശം 1500 ആ ഒരു റേഞ്ചിലൊക്കെയാണ് കഴിഞ്ഞ സീസണിൽ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടുത്തത് വരുന്നത് ഗോൾഡൻ ബട്ടർ കപ്പിൻ്റെ പ്ലാന്റാണ്. ഇതും ടോപ്പ് റെയർ വെറൈറ്റി തന്നെയാണ് കേട്ടോ. അപ്പോൾ അധികമൊന്നും ആരുടെയും കൈകളിലേക്കൊന്നും ഈ നമ്മളുടെ ഗോൾഡൻ ബട്ടർ കപ്പിൻ്റെ പ്ലാന്റുകളൊന്നും എത്തിയിട്ടില്ല. അത് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകൾ 500 റുപ്പീസിനാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ. ഇതാണ് പ്ലാന്റിൻ്റെ റെഫറൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ പ്ലാന്റുകളുടെ റെഫറൻസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ റേറ്റ് നമ്മൾ സ്ക്രീനിൽ എഴുതി കാണിക്കാറുണ്ട്. പിന്നെയും പലരും നമ്മുടെ അടുത്ത് വീണ്ടും വന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നത് കേട്ടോ. അടുത്തത് വരുന്നത് ഗോൾഡൻ സ്പ്ലാഷിൻ്റെ പ്ലാന്റാണ് കേട്ടോ. ഗോൾഡൻ സ്പ്ലാഷും ഒരു ടോപ്പ് റെയർ വെറൈറ്റി തന്നെയാണ്. റേറ്റ് വരുന്നത് 500 റുപ്പീസാണ് കേട്ടോ. അപ്പം ഇതും ഈ ഗോൾഡൻ സ്പ്ലാഷിൻ്റെ പ്ലാന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു വർഷത്തേക്ക് ഇൻട്രൊഡ്യൂസ് ആയിട്ടുണ്ടായിരുന്ന പ്ലാന്റാണ് കേട്ടോ. അധികം ആരുടെയും കയ്യിൽ വന്നിട്ടില്ലാത്ത ഒരു വെറൈറ്റി തന്നെയാണ്. നെക്സ്റ്റ് വരുന്നത് റംബൂട്ടാൻ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. റംബൂട്ടാൻ്റെ പ്ലാന്റാണ്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ. 380 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകൾ നമ്മുടെ അടുത്ത് സ്റ്റോക്കിൽ അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ ഫ്ലവേഴ്സ് ആണെങ്കിലും വരുന്നത് നല്ല ഡാർക്ക് പർപ്പിൾ ഷെയ്ഡിലുള്ള ഫ്ലവേഴ്സാണ് വരുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ പ്ലാന്റ് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല വി ഗ്രാഫ്റ്റിൽ പിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റുമാണ് കേട്ടോ. അടുത്തത് വരുന്നത് നമ്മുടെ മൂൺലൈറ്റ് ടോങ്ലോങ്ങിൻ്റെ പ്ലാന്റാണ്. അത് നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത്. കണ്ടോ, നല്ല ഗ്രാഫ്റ്റാണ് പിടിപ്പിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല ഗ്രാഫ്റ്റ് പിടിപ്പിച്ചെടുത്തിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ. അപ്പം 350 രൂപയാണ് നമ്മളുടെ മൂൺലൈറ്റ് ടോങ്ലോങ്ങിൻ്റെ പ്ലാന്റുകളുടെയും പ്രൈസ് വരുന്നത് കേട്ടോ. 350 റുപ്പീസാണ് മൂൺലൈറ്റ് ടോങ്ലോങ്ങിൻ്റെ പ്ലാന്റ് വരുന്നത്. അടുത്തത് വരുന്നത് ഒരു ടോപ്പ് റെയർ വെറൈറ്റി തന്നെയാണ്. ഗോൾഡൻ ഫെയറി ടെയിൽ ബണ്ടാവോ എന്നാണ് കേട്ടോ ഈ ഒരു വെറൈറ്റിയുടെ പേര് വരുന്നത്. അപ്പോൾ അതിൻ്റെ ലീവ്സ് നല്ല ഗോൾഡൻ ഷെയ്ഡിൽ, അതുപോലെ തന്നെ ഫ്ലവേഴ്സ് നമ്മളുടെ ലോലയുടെയൊക്കെ ഫ്ലവർ പോലെയൊക്കെ ആ ഒരു ഷേപ്പിൽ വരുന്ന ഫ്ലവേഴ്സാണ്. അതുപോലെ തന്നെ നിറയെ പൂക്കുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. നിറച്ച് പൂക്കും, ഇല കാണാതെ പൂക്കുന്ന ഒരു പ്ലാന്റാണ് നമ്മളുടെ ഗോൾഡൻ ഫെയറി ടെയിൽ. അപ്പോൾ ആ ഒരു പേര് പോലെ തന്നെ ഭംഗിയുള്ളൊരു പ്ലാന്റും കൂടിയാണ്. 500 റുപ്പീസാണ് പ്രൈസ് വരുന്നത്. അടുത്തത് വരുന്നത് നമ്മളുടെ മോണ്ടറിങ്ങിൻ്റെ പ്ലാന്റാണ്. പ്രൈസ് വരുന്നത് 150 റുപ്പീസാണ് കേട്ടോ. 150 രൂപയാണ് മോണ്ടറിങ്ങിൻ്റെ പ്ലാന്റിൻ്റെ ഇന്നത്തെ പ്രൈസ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് മോണ്ടറിങ്ങിൻ്റെ പ്ലാന്റുകൾ ഇപ്പം കുറേ പേര് നമ്മുടെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് പ്ലാന്റ് ഉണ്ടോയെന്ന്. അപ്പോൾ നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആയിരുന്നില്ല. ഇപ്പോൾ നമുക്കിപ്പോൾ കുറച്ച് നമ്പേഴ്സ് പ്ലാന്റുകൾ സ്റ്റോക്കിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടുത്തത് വരുന്നത് നമ്മുടെ ബിദാദാരിയുടെ പ്ലാന്റാണ്. 160 റുപ്പീസാണ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ബിദാദാരിയുടെ പ്ലാന്റുകൾ നമുക്കിനി കുറച്ച് പ്ലാന്റുകൾ മാത്രമേ സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ആദ്യം ഓർഡർ ചെയ്യുന്ന ആളുകൾക്ക് മാത്രം തരാനുള്ള പ്ലാന്റുകളാണ് നമ്മുടെ അടുത്ത് ഉണ്ടാവുള്ളൂ കേട്ടോ. 160 രൂപയാണ് ബിദാദാരിയുടെ പ്ലാന്റുകളുടെ പ്രൈസ് വരുന്നത് കേട്ടോ. അടുത്തത് വരുന്നത് നമ്മളുടെ ട്വിസ്റ്റർ പർപ്പിളിൻ്റെ പ്ലാന്റാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമുക്ക് ട്വിസ്റ്റർ പർപ്പിളിൻ്റെ സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതും നമുക്കിനി ലിമിറ്റഡ് ക്വാണ്ടിറ്റി പ്ലാന്റുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. 180 റുപ്പീസാണ് നമ്മളുടെ ട്വിസ്റ്റർ പർപ്പിളിൻ്റെ പ്ലാന്റിൻ്റെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ തായ്വാനീസ് ഗേൾ വെരിഗേറ്റഡിൻ്റെ പ്ലാന്റാണ്. തായ്വാനീസ് ഗേൾ വെരിഗേറ്റഡിൻ്റെ പൂക്കൾ നല്ല ഭംഗിയാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല വെയിലത്ത് നല്ല അടിപൊളിയായിട്ട് ഈ വെരിഗേഷൻ നന്നായിട്ട് തെളിഞ്ഞു വരികയും ചെയ്യും കേട്ടോ. അപ്പം
നല്ല ഒരു പീച്ചിഷ് ഓറഞ്ച് ഷെയ്ഡിൽ വരുന്ന പൂക്കളാണ്, നിറയെ പൂക്കുന്നു, നല്ല ഹെവി ബ്ലൂമറാണ്. 250 രൂപയാണ് പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് നമ്മളുടെ ബട്ടർ കപ്പിൻ്റെ പ്ലാന്റ് ആണ്. എത്രയൊക്കെ വെറൈറ്റീസ് പുതിയത് വന്നാൽ പോലും നമുക്ക് ബട്ടർ കപ്പ്, ബ്രിസാർഡ്, വാട്ടർ മെലങ്കീസ് അങ്ങനെയൊക്കെയുള്ള പ്ലാന്റുകൾക്കുള്ള ഡിമാൻഡ് എപ്പോഴും ഹൈ തന്നെയായിരിക്കും കേട്ടോ. അതും ഒരുപാട് ആളുകളുടെ ഫേവറേറ്റ് പ്ലാന്റ് കൂടിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് 250 റുപ്പീസിനാണ് കേട്ടോ. 250 രൂപയാണ്. അത് നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഫ്ലെയിം റെഡ് വെരിഗേറ്റഡിൻ്റെ പ്ലാന്റ് ആണ്. ഇത് നോർമൽ ഫ്ലെയിം റെഡ് അല്ല, വെരിഗേറ്റഡ് ആണ്. പ്രൈസ് വരുന്നത് 300 രൂപയാണ് കേട്ടോ. അതും റെയർ പ്ലാന്റ് ആണ്, അതും റൂട്ടഡ് പ്ലാന്റുകളാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. 300 റുപ്പീസാണ് നമ്മളുടെ ഫ്ലെയിം റെഡ് വെരിഗേറ്റഡിൻ്റെ പ്ലാന്റുകളുടെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഓഫർ പ്രൈസ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് നമ്മളുടെ ബാറ്റ്മാൻ വെരിഗേറ്റഡിൻ്റെ പ്ലാന്റ് ആണ്. ബാറ്റ്മാൻ വെരിഗേറ്റഡും ഒരു ടോപ്പ് വെറൈറ്റി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ജുവലിൻ്റെ ഫാമിലി പോലെ തന്നെയാണ്. ലീവ്സുകളൊക്കെ ഇങ്ങനെ നല്ല അടുക്കടുക്കായിട്ട് നല്ല ഭംഗിയായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ജുവലിൽ ഫ്ലവേഴ്സ് വരുന്നത് പോലെ തന്നെ ഓരോ ബ്രാഞ്ചിൻ്റെ എൻഡിലായിട്ടായിരിക്കും പൂക്കളും വരുന്നത് കേട്ടോ. ഈ ഇലകൾക്ക് ഒരു ബാറ്റ്മാൻ്റെ ഷേപ്പും അതിന് നല്ല ഭംഗിയിലൊരു വേരിയേഷനും വരുമ്പോഴത്തേക്കും ഈ ഒരു പ്ലാന്റിന് ഒരു പ്രത്യേക അട്രാക്ഷനാണ് കേട്ടോ. 380 രൂപയാണ് ബാറ്റ്മാൻ വെരിഗേറ്റഡിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് നമ്മളുടെ ഗോൾഡൻ റാവുവിൻ്റെ പ്ലാന്റ് ആണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് ഗോൾഡൻ റാവുവിൻ്റെ വന്നിട്ടുള്ളത്. അപ്പോൾ പ്രൈസ് വരുന്നത് 280 റുപ്പീസ്, 280 രൂപയാണ് ഗോൾഡൻ റാവുവിൻ്റെ പ്ലാന്റുകളുടെ ഇന്നത്തെ ഒരു പ്രൈസ് വരുന്നത് കേട്ടോ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ്, ഗ്രാഫ്റ്റഡ് പ്ലാന്റുകളാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഗോൾഡൻ റാവും നമുക്ക് എന്താ പറയുക, പല കളേഴ്സിലായിരിക്കും ഫ്ലവേഴ്സ് വരുന്നത്. വിരിയുമ്പോൾ ഒരു കളറും അത് വാടുന്ന സമയത്ത് വേറൊരു കളറായിട്ടായിരിക്കും വരുന്നത് കേട്ടോ. അടുത്തത് വരുന്നത് ഗലീലിയയുടെ പ്ലാന്റ് ആണ്. 400 റുപ്പീസാണ് ഗലീലിയയുടെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത്. നല്ല ഒരു ബ്ലൂമറാണ് കേട്ടോ. നല്ല ബ്ലൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിട്ട് ഹെവി ആയിട്ട് പൂക്കൾ കിട്ടുന്ന ഒരു പ്ലാന്റാണ് നമ്മളുടെ ഗലീലിയ. അപ്പോൾ ഗലീലിയയുടെ നമുക്ക് കുറച്ച് പ്ലാന്റുകൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ്. 400 റുപ്പീസാണ് നമ്മളുടെ ഗലീലിയയുടെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഗലീലിയ. നിങ്ങളാരും വാങ്ങിയിട്ടില്ലെങ്കിൽ മിസ് ചെയ്യരുത്. കാര്യം ഇതങ്ങനെ അധികം കിട്ടാനില്ലാത്തൊരു വെറൈറ്റിയാണ് കേട്ടോ. പല സെല്ലേഴ്സിൻ്റെയും കയ്യിൽ അവൈലബിൾ അല്ല. നെക്സ്റ്റ് വരുന്നത് നമ്മളുടെ മാജിക് ലവിൻ്റെ പ്ലാന്റ് ആണ്. അത് നമുക്കിനി കുറച്ച് പ്ലാന്റുകൾ കൂടി സ്റ്റോക്കിൽ അവൈലബിൾ ആണ് കേട്ടോ, മാജിക് ലവിൻ്റെ പ്ലാന്റുകൾ. അപ്പം ഇതിൻ്റെ പ്രൈസ് വരുന്നതും 380 റുപ്പീസാണ്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ. മാജിക് ലവ് ഒക്കെ എന്ന് വെച്ചാൽ നമുക്കങ്ങനെ എപ്പോഴും കളക്ട് ചെയ്യാനായിട്ട് കിട്ടാത്തൊരു വെറൈറ്റിയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മളത് കളക്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് കാര്യം. പല സപ്ലൈസിൻ്റെയും കയ്യിൽ ഇല്ലാത്ത വെറൈറ്റിയാണ് നമുക്ക് ലീലിയ, മാജിക് ലവ്, റംബൂട്ടാൻ അതൊക്കെ കേട്ടോ. അടുത്തത് വരുന്നത് നമ്മുടെ ഗോൾഡൻ ബിഗോജസിൻ്റെ പ്ലാന്റാണ്. 300 റുപ്പീസിൻ്റെ പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്, അതാണ് ഒരു റേറ്റ്. കാര്യം നമ്മളിത് 200 റുപ്പീസിന് മുമ്പ് സെയിൽ ചെയ്തിട്ടുണ്ട്, പക്ഷേങ്കിൽ അത് ചെറിയ പ്ലാന്റുകളായിരുന്നു. ഇത് അത്യാവശ്യം നല്ല സ്പ്രെഡായിട്ടുള്ള പ്ലാന്റാണ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് തന്നെ 2-3 പ്ലാന്റുകൾ കൂടി നമ്മുടെ അടുത്ത് ഇനി അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. 300 രൂപയാണ് നമുക്ക് ഈ ഒരു സൈസ് വരുന്ന ഗോൾഡൻ ബിഗോജസിൻ്റെ പ്ലാന്റ് വരുന്നത് റേറ്റ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഹാങ് ചെയ്യാനൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റിയാണ് നമ്മളുടെ ഗോൾഡൻ ബിഗോജസ്. നെക്സ്റ്റ് വരുന്നത് ഫാത്തിമ യെല്ലോൻ്റെ പ്ലാന്റ് ആണ്. നിറയെ കുഞ്ഞു മഞ്ഞ പൂക്കൾ ഇങ്ങനെ നിറച്ച് ബഞ്ചായിട്ട് പൂക്കുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. അപ്പം ഇത് നല്ലൊരു ബ്ലൂമറാണ്. അതുപോലെ തന്നെ നിറയെ പൂക്കും. അതൊരു പ്രത്യേക അട്രാക്റ്റീവായിട്ടുള്ളൊരു മഞ്ഞ കളറിലാണ് ഇതിൽ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുന്നത്. പ്രൈസ് വരുന്നത് 350 രൂപയാണ്. ഏറ്റവും വർത്തായിട്ടുള്ളൊരു പ്രൈസ് തന്നെയാണ്. ഫാത്തിമ യെല്ലോക്കൊക്കെ നല്ല റേറ്റ് സ്റ്റിൽ ഉള്ള ഒരു പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്തത് വരുന്നത് നമ്മളുടെ ഗോൾഡൻ ബ്ലാക്ക് നാസറൈൻ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇതും ഒരു ടോപ്പ് റെയർ വെറൈറ്റിയാണ് കേട്ടോ. ഒരു നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ആ ലീവ്സ് കറക്റ്റായിട്ട് ഇതുപോലെ നമ്മളുടെ റെഫറൻസിൽ കാണുന്നത് പോലെ തന്നെ വെയിൽ കൊള്ളുമ്പോൾ നല്ല മഞ്ഞ കളറായി വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് ഷെഡിൻ്റെ അകത്തൊക്കെ വെയിലില്ലാത്തത് കൊണ്ട് തന്നെ വെരിഗേഷനുള്ള പല പ്ലാന്റുകളും, പ്രത്യേകിച്ച് ഈ ഗോൾഡൻ വെരിഗേഷൻ വരുന്ന പ്ലാന്റുകളൊക്കെ മഞ്ഞയാണ് നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ കേട്ടോ. അപ്പോൾ 500 റുപ്പീസാണ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് നമ്മളുടെ ചിത്ര ഗോൾഡിൻ്റെ പ്ലാന്റ് ആണ്. ചിത്ര ഗോൾഡിൻ്റെ പ്രൈസ് വരുന്നത് 230 റുപ്പീസാണ്, 230 രൂപ. അപ്പോൾ അത് നമുക്ക് കുറച്ച് പ്ലാന്റുകൾ ഇനി സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ചിത്ര ഗോൾഡൊക്കെ എന്ന് പറയുമ്പോൾ ഹെവി ബ്ലൂമറാണ്. ചിത്ര വെറൈറ്റീസ് പലരും പറയും ചിത്ര വെറൈറ്റീസ് ആണെങ്കിൽ അധികം പൂക്കത്തിലാണ്, പക്ഷേങ്കിൽ ഗോൾഡൻ സൺഷൈനും അതുപോലെ തന്നെ 3 സ്റ്റാറും എല്ലാം തന്നെ ചിത്ര വെറൈറ്റി തന്നെയാണ്. പക്ഷെ അതൊക്കെ നന്നായിട്ട് പൂക്കും. അപ്പോൾ ചിത്ര എന്ന് പേര് കേട്ടതുകൊണ്ട് ആരും വാങ്ങിക്കാതിരിക്കേണ്ട, നല്ല രീതിയിൽ പൂക്കുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നതും ഒരു ടോപ്പ് റെയർ വെറൈറ്റിയാണ്, ഒരു ടോപ്പസ്റ്റ്
നെക്സ്റ്റ് വേറെ വെറൈറ്റി എന്ന് പറയാം. ഇതിൻ്റെ ID വരുന്നത് സ്റ്റെല്ലർ എന്നാണ് കേട്ടോ. അപ്പോൾ സ്റ്റെല്ലറിൻ്റെ കുറച്ച് പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ്. 500 റുപ്പീസാണ് പ്രൈസ് വരുന്നത്. വലിയ പൂക്കളാണ് വരുന്നത്. വലിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സൈസുള്ള പൂക്കളാണ് ഈ ഒരു സ്റ്റെല്ലറിന് വരുന്നത്. അതും ഇതുപോലെ തന്നെ ലീവ്സൊക്കെ മറഞ്ഞ് നമുക്ക് പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് കേട്ടോ. വേരിഗേറ്റഡ് പ്ലാന്റുകളുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലവേഴ്സ് ഇല്ലാത്തപ്പോഴും നമുക്കൊരു ഡെക്കറേഷന് വേണ്ടി വെക്കാനായിട്ട് പറ്റും. അടുത്തത് വരുന്നത് ഗോൾഡൻ മാവോ എന്ന് പറയുന്ന പ്ലാന്റാണ് കേട്ടോ. ഞാൻ ഈ ഒരു ഗോൾഡൻ മാവിനെ പറ്റിയിട്ടൊരു കാര്യം കേട്ടിട്ടുണ്ട്. അതായത് ഒത്തിരി നാൾ മുമ്പ് നമ്മളുടെ കേരളത്തിൽ ഹൈബ്രിഡ് ബൊഗെയിൻവില്ലാസൊക്കെ വരുന്നതിനൊക്കെ ഒത്തിരി മുമ്പ് തന്നെ നമ്മളുടെ ആക്ടർ മമ്മൂട്ടിയുടെ വീട്ടിൽ ഈ ഒരു ഗോൾഡൻ മാവയുടെ പ്ലാന്റ് ഉണ്ടായിരുന്നു എന്ന് ഞാനൊരു കസ്റ്റമർ പറഞ്ഞാണ് അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു പ്ലാന്റിനെ മമ്മൂട്ടി പച്ച എന്നാണ് വിളിക്കുന്നതെന്ന് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ പ്രൈസ് വരുന്നത് 300 രൂപയാണ്. നെക്സ്റ്റ് വരുന്നത് ഫോർമോസ വെരിഗേറ്റഡിൻ്റെ പ്ലാന്റാണ്. ഫോർമോസ വെരിഗേറ്റഡ് നമുക്കറിയാം റയറാണ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ വെരിഗേഷനുള്ള പ്ലാന്റാണ് കേട്ടോ. നല്ല വെരിഗേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ലീഫിൻ്റെ സൈഡിൽ കൂടിയല്ല, മൊത്തത്തിൽ അതിലിങ്ങനെ സ്പ്രെഡായിട്ടുള്ളൊരു വെരിഗേഷനാണ് വരുന്നത്. അതും എപ്പോഴും മീൻസ് വെയിലിലും മഴയിലൊക്കെ മങ്ങാതെ നിൽക്കുന്ന ഒരു കൈൻഡ് ഓഫ് വെരിഗേഷനാണ്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഒരു ലാവൻഡർ ഷെയ്ഡ് പൂക്കൾ കൂടി വരുമ്പോഴത്തേക്കും നല്ല അട്രാക്റ്റീവാണ്. 350 രൂപയാണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് നമ്മുടെ ഫോക്സ്റ്റൈൽ റെയിൻബോ വെരിഗേറ്റഡിൻ്റെ പ്ലാന്റാണ്. ഈ ഒരു ഫോക്സ്റ്റൈൽ റെയിൻബോ വെരിഗേറ്റഡിൻ്റെ ഫ്ലവേഴ്സിന് ശരിക്കും നമ്മുടെ റെയിൻബോയുടെ ഫ്ലവേഴ്സിൽ വരുന്ന ഒരു കളറാണ് വരുന്നത്. പക്ഷേങ്കിൽ പെറ്റൽസിൻ്റെ ഷേപ്പ് ഫോക്സ്റ്റൈൽ വെറൈറ്റിയുടെ പോലെ തന്നെ ഇങ്ങനെ എഡ്ജ് കൂർത്തിരിക്കുന്ന വെറൈറ്റിയാണ് കേട്ടോ. അപ്പം ഫോക്സ്റ്റൈൽ റെയിൻബോ വെരിഗേറ്റഡിൻ്റെ പ്ലാന്റുകൾ അത്യാവശ്യം റെയറാണ്. നമുക്ക് പ്രൈസ് വരുന്നത് 450 റുപ്പീസാണ് കേട്ടോ. 450 രൂപയാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നതും ഒരു ടോപ്പ് റെയർ വെറൈറ്റിയാണ് ബിഗോജസ് വെരിഗേറ്റഡ്. അപ്പോൾ ബിഗോജസ് വെരിഗേറ്റഡും നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. പ്രൈസ് വരുന്നത് 450 റുപ്പീസാണ്. 450 രൂപയ്ക്കാണ് നമ്മളുടെ ബിഗോജസ് വെരിഗേറ്റഡിൻ്റെ പ്ലാന്റുകൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പം ബിഗോജസ് വെരിഗേറ്റഡൊക്കെ നമുക്ക് ലിമിറ്റഡ്ലി അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റാണ്. അത്യാവശ്യം നമ്മൾക്ക് തരുന്ന സപ്ലയറിൻ്റെ കയ്യിൽ ഈ പ്ലാന്റുകളിപ്പോൾ ക്വാണ്ടിറ്റി അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളൂ കേട്ടോ. നെക്സ്റ്റ് ഗോൾഡൻ ട്രൈ കളറിൻ്റെ പ്ലാന്റാണ് കേട്ടോ. നമുക്ക് നോർമൽ ട്രൈ കളർ അതുപോലെ തന്നെ വേരിഗേറ്റഡ് ട്രൈ കളറൊക്കെ നമുക്ക് മാർക്കറ്റിൽ അത്യാവശ്യം അവൈലബിൾ ആണ്. അതുമാത്രമല്ല നല്ല ഡിമാൻഡുള്ള വെറൈറ്റിയാണ് കേട്ടോ. ഗ്രീൻ ലീവ്സ് നോർമൽ ട്രൈ കളർ ഗ്രീൻ ലീഫ് അല്ലെങ്കിൽ വെരിഗേറ്റഡ് തന്നെ അത്യാവശ്യം നല്ല മൂവിങ് ഉള്ളൊരു വെറൈറ്റിയാണ്. അപ്പോൾ അതിൻ്റെ ഗോൾഡൻ ലീവ്സ് വരുമ്പോഴത്തേക്കും പുതിയ ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് റേറ്റ് ഉണ്ട്. 450 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. ഗോൾഡൻ ട്രൈ കളർ റേറ്റ് വരുന്നത് 450 റുപ്പീസാണ്. നെക്സ്റ്റ് വരുന്നത് ഗോൾഡൻ ഫ്ലെയിം വൈറ്റ് ആണ്. അപ്പോൾ അത് നമ്മുടെ നോർമൽ ഫ്ലെയിം വെറൈറ്റിയുടെ തന്നെ വൈറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ തന്നെ ഗോൾഡൻ ലീവ്സ് വരുന്ന വെറൈറ്റിയാണ്. അപ്പോൾ അതും നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഇതിൻ്റെയൊക്കെ ശരിക്കും ആ ഒരു ലീവ്സ് ശരിക്കും നല്ല രീതിയിൽ ആ ഒരു വേരിഗേഷൻ കാണിക്കുന്ന പ്ലാന്റാണ് കേട്ടോ. പ്ലസ് ഒരു നിറയെ പൂക്കളും കൂടി വന്ന് നിൽക്കുമ്പോഴത്തേക്കും നല്ല ഒരു കാഴ്ചയ്ക്ക് നല്ല അട്രാക്ഷൻ തന്നെ തരുന്ന ഒരു പ്ലാന്റാണ്. നെക്സ്റ്റ് വരുന്ന നമ്മുടെ 3 സ്റ്റാറിൻ്റെ പ്ലാന്റാണ്. അപ്പോൾ 3 സ്റ്റാറിൻ്റെ നമുക്ക് കുറച്ച് വെറൈറ്റി പ്ലാന്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. 140 റുപ്പീസാണ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ. അപ്പോൾ 3 സ്റ്റാറൊക്കെ നമുക്കറിയാം എപ്പോഴും ഡിമാൻഡുള്ളൊരു വെറൈറ്റിയാണ്. എത്ര കൊണ്ടുവന്നാലും തികയാത്ത പ്ലാന്റാണ് 3 സ്റ്റാർ. ഗോൾഡൻ സൺഷൈൻ, മൗണ്ടറിങ്, 7 സ്റ്റാർ, ചോക്ലേറ്റ്, ചോക്കോ ബ്രൗൺ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം നമുക്ക് കുറച്ച് ലിമിറ്റഡ് ക്വാണ്ടിറ്റി അവൈലബിൾ ആയിട്ടുള്ളൂ. 140 രൂപയാണ് 3 സ്റ്റാറിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ടൈഗർ പാർത്തയുടെ പ്ലാന്റാണ്. 150 റുപ്പീസാണ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ടൈഗറിൻ്റെ പോലെ തന്നെ അങ്ങനത്തെ ഒരു വേരിഗേഷൻ വരും. അതിൽ തന്നെ നല്ല ഡാർക്ക് ഓറഞ്ച് റെഡ് കളറിലാണ് പൂക്കൾ വിരിയുന്നത്. പിന്നെ അത് ഒരു പിങ്ക് ഷെയ്ഡിലേക്ക് ചേഞ്ച് ആകുകയും ചെയ്യും കേട്ടോ. അപ്പം നല്ലതായിട്ട് റൂട്ട് സെറ്റായിട്ടുള്ള പ്ലാന്റുകളാണ്. പ്രൈസ് വരുന്നത് 150 റുപ്പീസാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മളുടെ ഓറഞ്ച് സെപ്റ്റംബറിൻ്റെ പ്ലാന്റാണ്. അപ്പോൾ അത് നമുക്ക് നിലവിൽ സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു. പിന്നെ നമുക്കിപ്പോൾ സ്റ്റോക്കിൽ കുറച്ച് പ്ലാന്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഓറഞ്ച് സെപ്റ്റംബറിൻ്റെ കുറച്ച് പ്ലാന്റുകൾ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ പ്രൈസ് വരുന്നത് 250 റുപ്പീസാണ്. അത്യാവശ്യം നല്ല റെയർ ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് നമ്മളുടെ ഓറഞ്ച് സെപ്റ്റംബർ. അതുകൊണ്ട് തന്നെ
റേറ്റും ഉള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ. മാർക്കറ്റിൽ അത്യാവശ്യം റേറ്റ് ഉള്ള വെറൈറ്റിയാണ്. പക്ഷേങ്കിൽ നമുക്കിപ്പോൾ കുറച്ച് പ്ലാന്റുകൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഓഫറിൽ തന്നെ നമ്മളുടെ സപ്ലയർ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ റേറ്റ് ഇപ്പോൾ നമുക്ക് 250 റുപ്പീസിന് നിങ്ങൾക്കും തരാനായിട്ട് പറ്റും കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഗോൾഡൻ സൺഷൈൻ്റെ പ്ലാന്റാണ്. പ്രൈസ് വരുന്നത് 140 റുപ്പീസാണ് കേട്ടോ. 140 രൂപയാണ് നമ്മളുടെ ഗോൾഡൻ സൺഷൈൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ നമുക്ക് ഗോൾഡൻ സൺഷൈൻ്റെ അവൈലബിൾ ആണ്. നിലവിൽ ഇതൊരു പഴയൊരു വീഡിയോ തന്നെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് നമ്മൾ പുതിയൊരു വീഡിയോ എടുക്കാത്തതുകൊണ്ടാണ് ഇത് തന്നെ വെച്ചിട്ട് കാണിക്കുന്നത്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. നെക്സ്റ്റ് വരുന്നത് സാന്താൻ ബാത്തിക്കിൻ്റെ പ്ലാന്റാണ്. പ്രൈസ് വരുന്നത് 480 റുപ്പീസാണ് കേട്ടോ. 480 രൂപയാണ് നമ്മുടെ സാന്താൻ ബാത്തിക്കിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത്. ഈ ഒരു വെറൈറ്റിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീവ്സിനാണ് കേട്ടോ. പൂക്കളും നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ നല്ല ബ്ലൂമറാണ്. ബട്ട് ഇതിൻ്റെ ലീവ്സ് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ ഷെഡായി പോയിട്ട് പുതിയ ലീവ്സ് വന്ന് സെറ്റ് ആവുന്നേ ഉള്ളൂ. പക്ഷേ ഇതിങ്ങനെ നിറയെ ലീഫ് വരും. അതും നല്ല ഭംഗിയുള്ളൊരു വേരിയേഷനും കൂടി ആകുമ്പോഴത്തേക്കും ഭയങ്കര അട്രാക്ഷനാണ് ഇതിൻ്റെ പ്ലാന്റിന് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഫ്ലെയിം വൈറ്റിൻ്റെ പ്ലാന്റാണ്. 240 റുപ്പീസാണ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ. നമ്മളുടെ ഫ്ലെയിം വൈറ്റിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 240 റുപ്പീസാണ്. നിറയെ പൂക്കുന്ന വൈറ്റ് വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്ലെയിം റെഡ് പോലെയൊക്കെ തന്നെ നല്ല രീതിയിൽ പൂക്കുന്ന ഒരു വെറൈറ്റിയാണ്. നല്ല ഫ്ലെയിം വെറൈറ്റീസ് എല്ലാം തന്നെ നല്ല രീതിയിൽ ഫ്ലവറിങ് കപ്പാസിറ്റി ഉള്ള പ്ലാന്റുകളാണ്. അപ്പോൾ ഇതും നമ്മുടെ ഫ്ലെയിം വൈറ്റും ബാക്കി വെറൈറ്റീസിനെ പോലെ തന്നെ നന്നായിട്ട് പൂക്കുന്ന വെറൈറ്റിയാണ്. നെക്സ്റ്റ് വരുന്നത് അതും ടോപ്പ് റെയർ വെറൈറ്റിയാണ് ഡയമണ്ട് പർപ്പിൾ. നല്ല റേറ്റ് ഉണ്ട് നിലവിൽ മാർക്കറ്റിൽ ഈ ഒരു ഡയമണ്ട് പർപ്പിൾ വെറൈറ്റിക്ക് കേട്ടോ. അപ്പോൾ അതിൻ്റെ നമുക്ക് കുറച്ച് പ്ലാന്റുകൾ ഇപ്പോൾ നിലവിൽ സ്റ്റോക്കിൽ അവൈലബിൾ ആണ്. കുറച്ച് ക്വാണ്ടിറ്റി പ്ലാന്റുകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡയമണ്ട് പർപ്പിളിൻ്റെ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വാങ്ങാൻ. കാര്യം ഈ ഒരു 500 റുപ്പീസ് എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളൊരു റേറ്റ് തന്നെയാണ് ഡയമണ്ട് പർപ്പിളിനെയൊക്കെ സംബന്ധിച്ച്. കാര്യം മാർക്കറ്റിൽ ഇപ്പോൾ നിലവിൽ 800 എബോവ് ഒക്കെയാണ് ഇതിൻ്റെ റേറ്റ് നിൽക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ സക്കുരയുടെ പ്ലാന്റാണ്. 250 റുപ്പീസിൻ്റെ പ്ലാന്റാണ് നമുക്ക് സക്കുരയുടെ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സക്കുരയുടെ പ്ലാന്റുകൾ നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി അവൈലബിൾ ആണ്. നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ. നല്ല രീതിയിൽ നമ്മളുടെ ഗ്രാഫ്റ്റൊക്കെ സെറ്റ് ആയിട്ടുള്ള അടിപൊളി പ്ലാന്റുകളാണ് സക്കുരയുടെ നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. 250 രൂപയാണ് സക്കുരയുടെ പ്ലാന്റുകളുടെ റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ സക്കുരയൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അറിയാവുന്നതാണ്, നല്ല രീതിയിൽ ബ്ലൂം ചെയ്യുന്ന ഒരു വെറൈറ്റി തന്നെയാണ്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ സിൽവർ റെഡ് ബട്ടർഫ്ലൈയുടെ പ്ലാന്റാണ്. 80 റുപ്പീസാണ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ. നമുക്ക് നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഇതുവരെ കാണിച്ചതിലൊക്കെ കൂടുതലും റേറ്റ് കൂടുതലുള്ള വെറൈറ്റീസ് ആയിരുന്നു. റേറ്റ് കൂടുതൽ മീൻസ് കുറച്ച് റെയർ ഇതിൽ നിൽക്കുന്ന പ്ലാന്റുകളാണ്. അപ്പോൾ അത് കൂടാതെ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള ഒത്തിരി പ്ലാന്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു സിൽവർ റെഡ് ബട്ടർഫ്ലൈയുടെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 80 രൂപയാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. ഇലകൾക്കും ഭംഗിയുണ്ട്, അതുപോലെ തന്നെ നന്നായിട്ട് പൂക്കുകയും ചെയ്യുന്ന പ്ലാന്റാണ്. നെക്സ്റ്റ് വരുന്നത് ജൂലി ഗോൾഡിൻ്റെ പ്ലാന്റാണ്. 180 റുപ്പീസിൻ്റെ പ്ലാന്റാണ് കേട്ടോ ജൂലി ഗോൾഡിൻ്റെ പ്ലാന്റുകൾ. അപ്പോൾ നല്ല രീതിയിൽ മഞ്ഞ കളറിൽ പൂക്കൾ തരുന്ന പ്ലാന്റാണ്. അതും ഇതിൻ്റെ പെറ്റൽസിനും ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഷേപ്പൊക്കെ ഡിഫറെൻ്റ് ആണ്. നോർമൽ വെറൈറ്റീസിൻ്റെ പെറ്റൽസിനെക്കാളും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് പെറ്റലാണ് വരുന്നത് നമ്മളുടെ ജൂലി ഗോൾഡിൻ്റെ പ്ലാന്റുകൾ കേട്ടോ. അപ്പോൾ പ്രൈസ് വരുന്നത് 180 റുപ്പീസാണ്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഓറഞ്ച് വെൽവെറ്റിൻ്റെ പ്ലാന്റാണ്. 280 റുപ്പീസാണ് പ്രൈസ് വരുന്നത്. ഹെവി ബ്ലൂമറാണ്. നോർമൽ സാധാരണ പ്ലാന്റുകളെ അപേക്ഷിച്ച് നല്ല രീതിയിൽ നമുക്ക് പൂക്കൾ തരുന്ന പ്ലാന്റാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ റെഡ് വെൽവെറ്റിൻ്റെ പ്ലാന്റുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് അത് സെയിലിനായിരുന്നില്ല, ജസ്റ്റ് ഇൻട്രോ പറയുന്ന സമയത്ത്. അപ്പോൾ അതുപോലെ തന്നെ പൂക്കുന്നത്, അതുപോലെ തന്നെ ഓറഞ്ച് കളറിൽ നിറയെ പൂക്കൾ തരുന്ന പ്ലാന്റുകളാണ് ഓറഞ്ച് വെൽവെറ്റും. അത്യാവശ്യം റെയർ ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ്. 280 റുപ്പീസാണ് പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഡാനിയ വൈറ്റിൻ്റെ പ്ലാന്റാണ്. 120 റുപ്പീസാണ് നമ്മുടെ ഡാനിയ വൈറ്റിൻ്റെ പ്ലാന്റുകളുടെ പ്രൈസ് വരുന്നത് കേട്ടോ. ഡാനിയ വൈറ്റ് നമുക്കറിയാം നന്നായിട്ട് പൂക്കുന്ന വെറൈറ്റിയാണ്. നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ്. മഹാറ പോലെയാണ്, പക്ഷേ എങ്കിൽ പെറ്റൽസിന് കുറച്ച് വലിപ്പമുണ്ട്. അതുപോലെ തന്നെ ലീവ്സിനും ഒരു വേരിയേഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. നമ്മളുടെ ഡാനിയ വൈറ്റിൻ്റെ പ്ലാന്റുകൾക്ക് നമുക്ക് എപ്പോഴും പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്ന വെറൈറ്റിയാണ്. നമ്മൾ ഒത്തിരി സ്റ്റോക്ക് എടുക്കാറുള്ളൊരു വെറൈറ്റിയും കൂടിയാണ് കേട്ടോ നമ്മുടെ ഡാനിയ വൈറ്റിൻ്റെ പ്ലാന്റ്. നെക്സ്റ്റ് വരുന്നത് ചോക്കോ പിങ്കിൻ്റെ പ്ലാന്റാണ്. 120 റുപ്പീസാണ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത്.
നമ്മുടെ ചോക്ലേറ്റ് ബ്രൗൺ പോലെ തന്നെ നന്നായിട്ട് നമുക്ക് ഫ്ലവറിങ് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ചോക്കോ പിങ്ക്. അതുപോലെ തന്നെ ആ ഒരു പിങ്ക് ഷെയ്ഡിനാണെങ്കിലും ഒരു പ്രത്യേക അട്രാക്ഷൻ ഉള്ള പ്ലാന്റാണ്. അത്യാവശ്യം നല്ല റേറ്റിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ ചോക്കോ പിങ്ക്. നമുക്കിപ്പോൾ നിലവിൽ കുറച്ച് സ്റ്റോക്ക് ഉള്ളത് കൊണ്ട്, അത് മാത്രമല്ല നമുക്ക് കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കിട്ടിയത് കൊണ്ട് നമ്മളത് ഒരു അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് വരുന്ന റെഡ് സ്ട്രിപ്പിൻ്റെ പ്ലാന്റാണ്. അതും 120 റുപ്പീസാണ്. അത്യാവശ്യം റെയർ ആയിട്ടുള്ളൊരു വെറൈറ്റി തന്നെയാണ്. അതുപോലെ തന്നെ വെയിലത്ത് വെക്കുമ്പോൾ ലീവ്സിൻ്റെ കളറ് മാറുന്ന പ്ലാന്റുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരു പ്ലാന്റാണ് നമ്മളുടെ റെഡ് സ്ട്രിപ്പിൻ്റെ പ്ലാന്റ് കേട്ടോ. അപ്പോൾ 120 റുപ്പീസാണ് പ്രൈസ് വരുന്നത്. ലിമിറ്റഡ് ക്വാണ്ടിറ്റി അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് പർച്ചേസ് ചെയ്യാവുന്നുണ്ടോ റെഡ് സ്ട്രിപ്പിൻ്റെ പ്ലാന്റുകൾ. നല്ലൊരു ഡാർക്ക് റെഡ് മജന്ത ഷെയ്ഡ് പൂക്കളാണ് ഉണ്ടാവുന്നത് കേട്ടോ. നെക്സ്റ്റ് വരുന്ന എമാസ്പെരാക്ക് പീച്ചിൻ്റെ പ്ലാന്റാണ്. എമാസ്പെരാക്ക് പീച്ചും ഒരു റെയർ ആയിട്ടുള്ളൊരു വെറൈറ്റി തന്നെയാണ്. നമുക്ക് അറിയാം കൂടുതലും എന്താ പറയുക, ഈ ഒരു പീച്ച് ഷെയ്ഡൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നോർമലി കാണുന്ന കളേഴ്സ് അല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്കൊരു വെറൈറ്റിയാണ് എപ്പോഴും പീച്ച് ഷെയ്ഡ്, അതുപോലെ തന്നെ ഓറഞ്ച് ഷെയ്ഡൊക്കെ നമ്മളുടെ ഗാർഡനിൽ ഉണ്ടാവുക എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന പ്ലാന്റാണ്. അതുപോലെ തന്നെ ഹെവി ബ്ലൂമറാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ബ്ലൂമിങ് കപ്പാസിറ്റി ഉള്ള ഒരു പ്ലാന്റാണ്. നെക്സ്റ്റ് നമ്മുടെ റെഡ് ടോങ്ലോങ്ങിൻ്റെ പ്ലാന്റാണ്. നല്ല ഡാർക്ക് റെഡ് ഷെയ്ഡ് ഫ്ലവേഴ്സിൻ്റെ കളക്ഷനൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക് മസ്റ്റായിട്ടും വാങ്ങിക്കാവുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ നമ്മുടെ റെഡ് ടാങ്ലോങ്. കാര്യം നല്ല റെഡ് ഷെയ്ഡിൽ പൂക്കൾ തരുന്ന പ്ലാന്റാണ്. അതുപോലെ തന്നെ പെറ്റൽസിൻ്റെ ഒരു ഡിഫറെൻറ്റ് ഷേപ്പും ഈ ഒരു പ്ലാന്റിനെ ബാക്കി പ്ലാന്റുകളിൽ നിന്ന് ഡിഫറെൻ്റ് ആക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് പൂക്കൾ തരുന്ന പ്ലാന്റാണ്. അതുപോലെ തന്നെ ഹെവി ബ്ലൂമറാണ്. നമ്മുടെ വീഡിയോയിൽ ഓൾമോസ്റ്റ് കാണിക്കുന്ന പ്ലാന്റുകളും നല്ല രീതിയിൽ ബ്ലൂം ചെയ്യുന്ന പ്ലാന്റുകളാണ് കേട്ടോ. നെക്സ്റ്റ് ലൈറ്റ് വയലറ്റിൻ്റെ പ്ലാന്റാണ്. ലൈറ്റ് വയലറ്റും ഒരു ടോപ്പ് റയർ വെറൈറ്റിയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഗ്രാഫ്റ്റഡ് പ്ലാന്റുകളല്ല, റൂട്ടഡ് പ്ലാന്റുകൾ, അത്യാവശ്യം നന്നായിട്ട് സെറ്റായിട്ടുള്ള റൂട്ടഡ് പ്ലാന്റുകളാണ് നമ്മൾ ലൈറ്റ് വയലറ്റിൻ്റെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അത് നല്ല എന്താ പറയുക, നന്നായിട്ട് സെറ്റായിട്ടൊക്കെ നല്ല ഭംഗിയുള്ള പ്ലാന്റുകളാണ് കേട്ടോ. പ്ലാന്റുകൾ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ്. അതുപോലെ തന്നെ പൂക്കൾ ഒരു രക്ഷയില്ലാത്ത കളറാണ് വരുന്നത് കേട്ടോ. 350 ആണ് പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് നിർവാണയുടെ പ്ലാന്റാണ്. നിർവാണയും ഒരു ടോപ്പ് റയർ വെറൈറ്റിയാണ്. അതിന് നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. 450 റുപ്പീസാണ് നമ്മൾ റേറ്റ് ഇത് പ്രൈസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് അത്യാവശ്യം നല്ല റേറ്റുള്ള പ്ലാന്റാണ്. പക്ഷേങ്കിൽ നമുക്കിപ്പോൾ റേറ്റ് കുറച്ച് കുറവിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ 450 ആണ് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത്. അതിൻ്റെ ഒരു ലീഫൊക്കെ നമ്മുടെ സിൽവർ റെഡ് ബട്ടർഫ്ലൈയുടെ പോലെ ഇരിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് നമ്മളുടെ ഫ്ലെയിം റെഡിൻ്റെ പ്ലാന്റാണ്. 140 റുപ്പീസാണ് പ്രൈസ് വരുന്നത്. ഏതൊക്കെ വെറൈറ്റീസ് മാർക്കറ്റിൽ വന്നാലും ഒരു ഡിമാൻഡ് കുറയാത്ത കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ അതിൽ മെയിനായിട്ടുള്ളൊരു പ്ലാന്റ് തന്നെയാണ് ഫ്ലെയിം റെഡ്. നമുക്ക് ഹാങ് ചെയ്തിടാനും അതുപോലെ തന്നെ നമുക്ക് ബുഷായിട്ട് വളർത്താനും നമുക്ക് ഫെൻസ് ചെയ്യാനൊക്കെ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഫ്ലെയിം റെഡ്. അപ്പോൾ അതിൻ്റെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് പ്ലാന്റുകൾ നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ്. 140 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് ഫയറോപ്പാലിൻ്റെ പ്ലാന്റാണ്. ഫ്ലെയിമും റൂബിയൊക്കെ പോലെ തന്നെ നല്ല ഡിമാൻഡുള്ളൊരു വെറൈറ്റി തന്നെയാണ് ഫയറോപ്പാലും. അപ്പോൾ അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റുകൾ നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ്. 120 രൂപയാണ് ഫയറോപ്പാലിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത്. പേര് പോലെ തന്നെ ഇങ്ങനെ തീ കത്തി നിൽക്കുന്ന ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുന്ന പ്ലാന്റാണ് നമ്മളുടെ ഫയറോപ്പാലിൻ്റെ പ്ലാന്റുകൾ കേട്ടോ. എനിക്ക് ചെറിയൊരു ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ട് ഞാനിങ്ങനെ പറയുന്ന സമയത്ത് അണയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒരു എന്താണ് നെഗറ്റീവായിട്ട് എടുക്കരുത്. ചെറിയ ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ദിവസത്തേക്കൊന്നും ആദ്യം കോളൊന്നും അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. നെക്സ്റ്റ് വരുന്നത് സ്ലീപ്പിംഗ് ബ്യൂട്ടിയുടെ പ്ലാന്റാണ്. 120 റുപ്പീസാണ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ. 120 രൂപയാണ് കേട്ടോ പ്രൈസ് വരുന്നത്. അപ്പോൾ ഈ ഒരു പേര് പോലെ തന്നെ ഇതിൻ്റെ ലീവ്സ് പെറ്റൽസ് അതിങ്ങനെ ഇങ്ങനെ ചുരുണ്ട് അകത്തേക്കായിരിക്കും ഇരിക്കുന്നത്. ചെറിയ പെറ്റൽസ് ആയിരിക്കും, ചെറിയ പൂക്കളായിരിക്കും, നിറയെ പൂക്കളുണ്ടാകും കേട്ടോ. അപ്പോൾ ഈ ഫ്ലവേഴ്സിൻ്റെ സൈസ് ചെറുതാവുന്നതനുസരിച്ച് പൂക്കളുടെ എണ്ണം കൂടാണ് കേട്ടോ ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് തിമ്മ റെഡിൻ്റെ പ്ലാന്റാണ്. പ്രൈസ് വരുന്നത് 120 റുപ്പീസാണ്. തിമ്മ റെഡ് 120 റുപ്പീസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഭയങ്കര വർത്തായിട്ടുള്ളൊരു പ്രൈസ് തന്നെയാണ് കേട്ടോ. പല വെറൈറ്റീസും നമ്മളിപ്പോൾ ഈ ഒരു 120 റുപ്പീസിൽ കൊടുക്കുന്ന പല വെറൈറ്റീസും നിങ്ങൾക്ക് ഏറ്റവും വർത്തായിട്ട് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റാണ്. കാര്യം തിമ്മ റെഡൊക്കെ
ഒരു റെയർ ബാച്ചിൽ തന്നെ റെയർ ആയിട്ടുള്ള ഒരു കാറ്റഗറിയിൽ തന്നെ വരുന്ന പ്ലാന്റ് തന്നെയാണ് കേട്ടോ. 120 രൂപയാണ് പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ചോക്ലേറ്റ് ബ്രൗണിൻ്റെ പ്ലാന്റാണ്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്, നല്ല മൂവിങ് ഉള്ള പ്ലാന്റാണ്. അതുപോലെ തന്നെ ആ ഒരു ഫ്ലവേഴ്സിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എപ്പോഴും ആ ഒരു വെറൈറ്റീനെ ഡിഫറെൻ്റ് ആക്കി നിർത്തുന്ന ഒരു ഫാക്ടർ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ നമുക്ക് കുറച്ച് പ്ലാന്റുകൾ അവൈലബിൾ ആണ്. 120 രൂപയാണ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ. നമുക്ക് ചോക്ലേറ്റ് ബ്രൗണിൻ്റെ പ്ലാന്റുകളുടെ പ്രൈസ് വരുന്നത് 120 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ അടുത്തത് വരുന്നത് നമ്മളുടെ പിങ്ക് ബബിളിൻ്റെ പ്ലാന്റാണ്. ഞാൻ മുമ്പൊരു വെറൈറ്റിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ലീവ്സിന് ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഈ ഒരു വെറൈറ്റിയൊക്കെ. അപ്പോൾ ഇതൊക്കെ വെയിൽ കൊണ്ടാലും കൊണ്ടില്ലെങ്കിലും ആ ഇറിഗേഷനൊന്നും ഒരു മാറ്റവും വരില്ല. അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് ഇറിഗേഷൻ ഉണ്ടായി നിൽക്കുകയും ചെയ്യുന്ന പ്ലാന്റാണ്. അപ്പം ഈ വെറൈറ്റീൻ്റെയൊക്കെ റേറ്റ് വരുന്നത് 400 റുപ്പീസാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. പ്ലാന്റിൻ്റെ കണ്ടീഷൻ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് റേഡിയൻസിൻ്റെ പ്ലാന്റാണ്. റേഡിയൻസും ഒരു ഭയങ്കര ടോപ്പ് റെയർ ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ. റേഡിയൻസൊക്കെ ഇപ്പോഴും ഞാൻ നമുക്ക് തരുന്ന സപ്ലയർ അല്ലാതെ വേറെ പല സപ്ലയേഴ്സിൻ്റെ അടുത്തും ചോദിക്കുമ്പോൾ അവരുടെയൊക്കെ അടുത്ത് അത്യാവശ്യം നല്ല റേറ്റ് തന്നെയാണ്. ഏകദേശം ഈ ഒരു റേഞ്ച് തന്നെ, ഈ ഒരു 500 ഒക്കെ തന്നെയാണ് അവർ നമുക്ക് തരുന്ന റേറ്റ് പറയുന്നത് കേട്ടോ. അപ്പം റേഡിയൻസിൻ്റെ ലീവ്സ് കണ്ടോ, നമ്മളുടെ ഈ ഒരു മൂൺലൈറ്റ് അഡറിനെയൊക്കെ പോലെ തന്നെ ലീവ്സ് ഇങ്ങനെ ആ ഒരു ക്രീമിഷ് കളറിലേക്ക് വരും. ആ ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് പൂക്കളാണ് ഉണ്ടാവുന്നത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ചില്ലി ഐസ്ക്രീമിൻ്റെ പ്ലാന്റാണ്. ചില്ലി വെറൈറ്റീസിൽ ഏറ്റവും ഡിമാൻഡുള്ള വെറൈറ്റിയാണ് ചില്ലി ഐസ്ക്രീം. കാര്യം എന്താ പറയുക, ചില്ലി വെറൈറ്റീസ് വന്നു തുടങ്ങിയ കാലം മുതൽ തന്നെ നല്ല ഡിമാൻഡിൽ നിൽക്കുന്ന, മേ ബി ഇതിൻ്റെ ഒരു ഡബിൾ ഷെയ്ഡ് ഒക്കെ ആകാം ആ ഒരു ഡിമാൻഡിൻ്റെ കാരണം. പക്ഷേങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറീസും വരുന്നത് ചില്ലി ഐസ്ക്രീമിന് തന്നെയാണ് കേട്ടോ. അപ്പം അതിൻ്റെ പ്രൈസ് വരുന്നത് 120 രൂപയാണ്. നെക്സ്റ്റ് നമ്മളുടെ റെഡ് വണ്ടറിൻ്റെ പ്ലാന്റാണ്. പ്രൈസ് വരുന്നത് 120 രൂപ തന്നെയാണ് കേട്ടോ. റെഡ് വണ്ടറിൻ്റെ ഇതും നല്ല വെരിഗേഷൻ കിട്ടുന്ന പ്ലാന്റാണ്. നല്ല വെയിലത്ത് ഇരിക്കുന്ന സമയത്ത് ലീവ്സുകൾക്കൊരു പ്രത്യേക ഭംഗിയാണ് നമ്മളുടെ റെഡ് വണ്ടറിൻ്റെ പ്ലാന്റുകൾ കാണാനായിട്ട് കേട്ടോ. അപ്പോൾ 120 രൂപയുടെ പ്ലാന്റുകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ തന്നെ നമ്മളുടെ വീഡിയോ കൂടി 170-നും 200-നൊക്കെ സെയിൽ ചെയ്തിട്ടുള്ള പ്ലാന്റാണ്. ഈ ഒരു സൈസിലൊക്കെ തന്നെയുള്ള പ്ലാന്റുകൾ ഇപ്പോൾ 120 രൂപയ്ക്ക് അവൈലബിൾ ആണ്. നെക്സ്റ്റ് നമ്മളുടെ ബ്ലാക്ക് മരിയയുടെ പ്ലാന്റാണ്. 140 രൂപയാണ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ. അപ്പോൾ 140 രൂപയ്ക്ക് ബ്ലാക്ക് മരിയയുടെ പ്ലാന്റുകൾ ഏറ്റവും വർത്താണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ലീവ്സുകളും പ്രത്യേക ഭംഗിയാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, പല വീഡിയോയിലും പറയാറുണ്ട്. നമുക്കൊരു ലോറ പെറ്റാലം എന്ന് പറയുന്ന ഒരു പ്ലാന്റിൻ്റെ ലീവ്സിൻ്റെ കളേഴ്സാണ് ശരിക്കും വെയിൽ കൊള്ളുമ്പോൾ നമ്മളുടെ ബ്ലാക്ക് മരിയയുടെ പ്ലാന്റുകളുടെ ലീവ്സിനും വരുന്നത് കേട്ടോ. 140 റുപ്പീസാണ് പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് വാട്ടർ മെലൺ കീസിൻ്റെ പ്ലാന്റാണ്. അതും റൂട്ടഡ് പ്ലാന്റുകളാണ് നമുക്ക് ഉള്ളത്, അവൈലബിൾ ആയിട്ടുള്ളത്. 280 രൂപയാണ് റേറ്റ് വരുന്നത് വാട്ടർ മെലൺ കീസിൻ്റെ പ്ലാന്റുകൾക്ക്. അപ്പം ഏറ്റവും അഫോർഡബിളാണ്, ഏറ്റവും വർത്തായിട്ടുള്ള റേറ്റ് തന്നെയാണ്. കാര്യം റൂട്ടഡ് പ്ലാന്റുകൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് എന്താ പറയുക, ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റുകളോട് താല്പര്യമില്ലാത്ത ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്കുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് 280 രൂപയ്ക്ക് വാട്ടർ മെലൺ കീസിൻ്റെ റൂട്ടഡ് പ്ലാന്റുകൾ കേട്ടോ. നെക്സ്റ്റ് ഓറഞ്ച് ഡോൾഫിൻ്റെ പ്ലാന്റാണ്. ഇതും ഒരു ടോപ്പ് റെയർ വെറൈറ്റി തന്നെയാണ്. 280 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു വെറൈറ്റിയുടെ ഇന്നത്തെ പ്രൈസ് വരുന്നത് 280 റുപ്പീസാണ്. അതും എന്താ പറയുക, ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെയാണ്. റെയർ വെറൈറ്റിയാണ് ഇത്. റൂട്ടഡ് പ്ലാന്റുകൾ അങ്ങനെ അധികം കിട്ടാനില്ല. അതും നമ്മളുടെ അടുത്ത് ഇപ്പോൾ നിലവിൽ അതിൻ്റെ റൂട്ടഡ് പ്ലാന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വെരിഗേഷൻ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വെയിലല്ലാത്തത് കൊണ്ട് നമുക്കതിൻ്റെ വെരിഗേഷൻസ് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല. നെക്സ്റ്റ് വരുന്നത് മാജിക് ഐസ്ക്രീമിൻ്റെ പ്ലാന്റാണ്. 200 രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത്. മാജിക് ഐസ്ക്രീമും 200 റുപ്പീസിനൊക്കെ ഏറ്റവും വർത്താണ്. അപ്പോൾ അതിൻ്റെ അത്യാവശ്യം ക്വാണ്ടിറ്റി പ്ലാന്റുകൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ്. അതും റൂട്ടഡ് പ്ലാന്റുകളാണ് കേട്ടോ. പലയിടത്തും അതിൻ്റെയൊക്കെ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റുകൾ തന്നെയാണ് ഇപ്പോഴും നമുക്ക് ചെറിയ സൈസിലൊക്കെ കിട്ടുന്നത്. അതിൻ്റെ റൂട്ടഡ് പ്ലാന്റുകൾ ചെറിയ കവർ സൈസിൽ ചെറിയ റേറ്റിൽ ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അടുത്തത് വരുന്നത് നമ്മളുടെ റോയൽ ഡോൾഫിൻ്റെ പ്ലാന്റാണ്. 70 രൂപയുടെ പ്ലാന്റാണ്. അപ്പോൾ 70 രൂപേൻ്റെ പ്ലാന്റുകളൊക്കെ ചോദിച്ച് ചെറിയ റേറ്റിൻ്റെ പ്ലാന്റുകളൊക്കെ വാങ്ങി കളക്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഏറ്റവും ബെറ്റർ ഓപ്ഷനാണ് നമ്മുടെ റോയൽ ഡോൾഫിൻ്റെ പ്ലാന്റുകൾ. പൂക്കളാണെങ്കിൽ അസാധ്യ ഭംഗിയാണ്. അതുപോലെ തന്നെ
നല്ല സൈസുള്ള പൂക്കളുമാണ് നമ്മുടെ റോയൽ ഡോൾഫിൻ്റെ പൂക്കൾ കേട്ടോ. അപ്പോൾ അതിൻ്റെ നമുക്കിപ്പോൾ 70 റുപ്പീസിൻ്റെ പ്ലാന്റുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല സൈസായിട്ടുള്ള പ്ലാന്റുകളാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് ബ്രിസ റെഡിൻ്റെ പ്ലാന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 280 റുപ്പീസാണ് റേറ്റ് വരുന്നത് കേട്ടോ. 280 രൂപയുടെ പ്ലാന്റുകളാണ് നമുക്കിപ്പോൾ ബ്രിസ റെഡിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത്. റൂട്ടഡ് പ്ലാന്റുകളാണ്, നല്ല അടിപൊളിയായിട്ടുള്ള റൂട്ടായിട്ടുള്ള പ്ലാന്റുകൾ നമുക്കിപ്പോൾ ബ്രിസ റെഡിൻ്റെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ബ്രിസാറയുടെയൊക്കെ റൂട്ടഡ് പ്ലാന്റുകൾ അന്വേഷിച്ച് നടക്കുന്നവർക്കൊക്കെ ഒരു ബെറ്റർ ഓപ്ഷനാണ്. കാര്യം എനിക്ക് പലയിടത്തും നോക്കുമ്പോഴറിയാം ഗ്രാഫ്റ്റ് പ്ലാന്റുകളാണ് പലപ്പോഴും നമുക്കത് അവൈലബിൾ ആയിട്ടുള്ളൂ. നെക്സ്റ്റ് വരുന്നത് ടൈഗർ ക്രിസ്റ്റീനയുടെ പ്ലാന്റാണ്. 160 റുപ്പീസാണ് കേട്ടോ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത്. ഇതിൻ്റെ ആ ഒരു പൂക്കൾക്ക് ഇലകൾക്കും നോർമൽ ക്രിസ്റ്റീനയുടെ ലീഫിനേക്കാൾ കൂടുതൽ വേരിയേഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. ലീവ്സിനൊരു സിൽവർ കളർ വേരിയേഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ ഫ്ലവേഴ്സിനാണെങ്കിലും നല്ല രീതിയിലൊരു വേരിയേഷൻ കൂടുതലായിട്ട് നമുക്ക് നോർമൽ ക്രിസ്റ്റീനയിൽ കാണുന്നതിനേക്കാൾ കൂടുതലായിട്ട് കാണാനായിട്ട് പറ്റും. നല്ല ഭംഗിയുള്ള വെറൈറ്റി തന്നെയാണ് നമ്മുടെ ടൈഗർ ക്രിസ്റ്റീന. നെക്സ്റ്റ് ഓറഞ്ച് ഗ്ലോയുടെ പ്ലാന്റാണ്. 80 രൂപയാണ് ഓറഞ്ച് ഗ്ലോയുടെ പ്ലാന്റിൻ്റെ ഇന്നത്തെ ഒരു ഓഫർ പ്രൈസ് വരുന്നത്. അതും നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. നിറയെ നമുക്ക് പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് നമ്മളുടെ ഓറഞ്ച് ഗ്ലോയുടെ പ്ലാന്റുകൾ കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ വേരിയേഷൻ പ്രോപ്പറായിട്ട് നമുക്ക് വെയിൽ കൊള്ളുന്ന സമയത്ത് മാത്രമേ കാണാനായിട്ട് പറ്റുള്ളൂ. ഞാനിത് റിപ്പീറ്റ് അടിച്ച് പറയുന്നത് നിങ്ങൾക്ക് ബോറാകുമെന്നറിയാം. പക്ഷേങ്കിലും പലരും ഇതിങ്ങനെ കാണുന്ന സമയത്ത് റെഫറൻസിൽ വേരിയേഷൻ കാണും, പക്ഷേ ലീഫിൽ കാണുന്നില്ല എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് അർജുനയുടെ പ്ലാന്റാണ്. 140 രൂപയാണ് അർജുനയുടെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ. അപ്പോൾ അർജുന ഒരു എന്താ പറയുക, നമ്മുടെ ക്രിസ്റ്റീന പോലെ അല്ലെങ്കിൽ അടർണ പോലെയൊക്കെ തന്നെ അത്രയും ഡിമാൻഡുള്ളൊരു വെറൈറ്റി തന്നെയാണ്. 140 രൂപയ്ക്ക് അർജുനയുടെ പ്ലാന്റ് നിങ്ങൾക്ക് ഏറ്റവും വേർത്ത് തന്നെയാണ് കേട്ടോ. 140 റുപ്പീസാണ് അർജുനയുടെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത്. നല്ല ബ്ലൂമറാണ് കേട്ടോ. നല്ല രീതിയിൽ നമുക്ക് ബ്ലൂമിങ് കിട്ടുന്ന പ്ലാന്റാണ്. നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് മൊണാലിസിൻ്റെ പ്ലാന്റാണ്. ഇതും നല്ല രീതിയിൽ നമുക്ക് ബ്ലൂമിങ് കിട്ടുന്ന പ്ലാന്റാണ് കേട്ടോ. ആ ഒരു പേര് പോലെ തന്നെ ലീവ്സിനും അതുപോലെ തന്നെ ഫ്ലവറിൻ്റെ പെറ്റൽസിനൊക്കെ നമുക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു ബ്ലാക്ക് ഷെയ്ഡ് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേങ്കിൽ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് നമ്മളുടെ ബ്ലാക്ക് മൊണാലിസയുടെ പ്ലാന്റുകൾ കേട്ടോ. 140 റുപ്പീസാണ് പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് നമ്മളുടെ ക്രിസ്റ്റീനയുടെ പ്ലാന്റാണ് കേട്ടോ. ക്രിസ്റ്റീനയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 160 രൂപ തന്നെയാണ് നമ്മളുടെ ക്രിസ്റ്റീനയുടെ പ്ലാന്റുകളുടെ പ്രൈസ് വരുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി ക്രിസ്റ്റീനയുടെ പ്ലാന്റുകളും നിലവിൽ അവൈലബിൾ ആണ്. അതും എന്താ പറയുക, നല്ല ബുഷി ആയിട്ടുള്ള നല്ല ലഷായിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതും നമ്മൾ ജസ്റ്റ് ഇനി ഒരു പോട്ടിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 2 പ്രൂണിങ്ങും കൂടി ചെയ്ത് ഈ ഒരു മഴയുടെ സമയം കഴിയുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് പൂക്കൾ കിട്ടുന്ന ഒരു കണ്ടീഷനിലാകും കേട്ടോ. ഇപ്പം നമ്മൾ പോട്ട് ചെയ്യുന്ന എല്ലാ പ്ലാന്റുകളും തന്നെ അഡർണയുടെ പ്ലാന്റുകളാണ് അടുത്തത് വരുന്നത്. 200 റുപ്പീസാണ് പ്രൈസ് വരുന്നത് കേട്ടോ. അഡർണയുടെ പ്രത്യേകത നമ്മളിങ്ങനെ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. കാര്യം ബൊഗൈൻവില്ലാസിന് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും തന്നെ അഡർണയുടെ പ്ലാന്റുകൾ നമുക്കറിയാം. ഒരു റെഡ്, പിങ്ക്, ഓറഞ്ച്, യെല്ലോ അങ്ങനെയൊക്കെയുള്ള കളേഴ്സ് മിക്സ് ആയിട്ടായിരിക്കും ഏകദേശം ഒരു 5 ഡിഫറെൻറ്റ് പാറ്റേണിൽ നമുക്കൊരു ഇതിൽ തന്നെ ഫ്ലവേഴ്സ് കാണാനായിട്ടും പറ്റും കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഓജിത് റെഡിൻ്റെ പ്ലാന്റാണ്. ഓജിത് റെഡിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് കേട്ടോ. നല്ല സൈസുള്ള പ്ലാന്റുകളാണ് ഓൾമോസ്റ്റും. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള പ്ലാന്റുകൾ ഇത്തിരി നീട്ടൊക്കെയുള്ള പ്ലാന്റുകൾ നിങ്ങൾക്ക് കയ്യിൽ കിട്ടുമ്പോൾ അതൊന്നുകൂടി ഗ്രോത്ത് കാണിക്കുന്ന സമയത്ത് നമ്മളൊന്നും കൂടി അത് പ്രൂൺ ചെയ്ത് സെറ്റാക്കി നിർത്താനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ എവിടെ നിന്ന് നിങ്ങൾ പ്ലാന്റുകൾ വാങ്ങിക്കുന്നതാണെങ്കിലും ഈ മഴയുടെ സമയത്ത് നല്ല രീതിയിൽ നിങ്ങൾ പ്രൂണിങ് കൊടുത്ത് നിർത്താം. അപ്പോൾ നിങ്ങൾക്ക് മഴ കഴിയുമ്പോൾ അത് നല്ലൊരു ബുഷ് ഷേപ്പിലേക്ക് വരും. നിറയെ ബ്രാഞ്ചസും നിറയെ പൂക്കളും കിട്ടും. ഡയമണ്ട് റെഡിൻ്റെ പ്ലാന്റാണ്. 120 റുപ്പീസാണ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ. 120 രൂപയാണ് നമ്മളുടെ ഡയമണ്ട് റെഡിൻ്റെ പ്ലാന്റുകൾ നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ. ഒരു ടോപ്പ് റെയർ വെറൈറ്റി തന്നെയാണ്. 120 റുപ്പീസിന് നിങ്ങൾക്ക് ഏറ്റവും വേർത്ത് തന്നെയാണ് കേട്ടോ. അടുത്തത് വരുന്നത് നമ്മളുടെ
റൂബി റെഡിൻ്റെ പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുള്ള വെറൈറ്റി തന്നെയാണ്. നമ്മൾ ഫയറോപ്പാൽ പറഞ്ഞതുപോലെ തന്നെ ഫ്ലെയിം റെഡ് പറഞ്ഞ പോലെയൊക്കെ തന്നെ നമുക്ക് ഹാങ് ചെയ്യാനും ഫെൻസ് ചെയ്യാനും അതുപോലെ തന്നെ ജസ്റ്റ് ഒരു ആർച്ചൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ്. നമ്മളെങ്ങനെ വളർത്തുന്നോ അതനുസരിച്ചിട്ട് വളർന്നു വരുന്നൊരു വെറൈറ്റിയും കൂടിയാണ്. നമുക്കിത് ബുഷാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഹാങ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അത് ഹൈറ്റിൽ വിടണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ഈ റൂബിയും ഫയറോപ്പാലും ഫ്ലെയിം റെഡ് എല്ലാം തന്നെ കേട്ടോ. അപ്പോൾ 120 റുപ്പീസാണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് നമ്മളുടെ തായ് ഡിലൈറ്റിൻ്റെ പ്ലാന്റാണ്. 140 രൂപയാണ് പ്രൈസ് വരുന്നത്. ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റുകളിൽ തന്നെയാണ് നമ്മൾ ഇന്ന് എല്ലാ പ്ലാന്റുകളും തന്നെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കൂടാതെ നമ്മളുടെ ഓഫർ നമ്മൾ പറഞ്ഞത് മറക്കണ്ട, 2000 റുപ്പീസിൻ്റെ മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും 10% ഡിസ്കൗണ്ടും നമ്മളിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് ഓർഡേഴ്സ് വരുന്ന എല്ലാവർക്കും തന്നെ ഈ ഒരു ഓഫർ വാലിഡ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും പ്ലാന്റുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇല്ലാത്ത പ്ലാന്റുകൾ ഈ ഒരു ടൈമിൽ, മഴ ടൈമിൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത പ്ലാന്റുകൾ നഷ്ടപ്പെടുമെന്ന് ഒരു പേടിയും വേണ്ട. മഴ കൊള്ളാതെ വെക്കാനുള്ള ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വേനൽക്കാലത്ത് വളർത്തിയെടുക്കുന്നതിനേക്കാളും നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാം. ട്രാൻസിറ്റ് ഡാമേജുകൾ വളരെ കുറവായിരിക്കും. മഴ ആയതുകൊണ്ട് തന്നെ, ചൂടില്ലാത്തത് കൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പ്ലാന്റുകൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുകയും ചെയ്യും. അതുപോലെ നല്ല രീതിയിൽ നിങ്ങൾക്ക് സെറ്റാക്കി എടുക്കാനും പറ്റും കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാപ്പി ഗാർഡനിങ്.